ചേർത്തലയിലെ ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റ് സംസ്ഥാനത്തിന് അഭിമാനകരമായ നേട്ടമെന്ന് മന്ത്രി എം.പി. രാജേഷ്. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ചേർത്തലയിൽ നിർമ്മാണം പൂർത്തീകരിച്ച ജില്ലയിലെ ആദ്യ ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ ആപത്തും ദുശകനവുമാണ് എന്നുള്ള നാട്ടിലെ അന്ധവിശ്വാസമാണ് ചേർത്തലയിലെ ശുചിമുറി മാലിന്യ പ്ലാന്റ് ഉദ്ഘാടനത്തോടെ പരാജയപ്പെട്ടതെന്ന് മന്ത്രി പറഞ്ഞു. ഇത് ഒരു ചരിത്ര നിമിഷമാണ്. ഏത് ഒരു വലിയ പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നതിനേക്കാളും അഭിമാനത്തോടെയാണ് ഈ പ്ലാന്റിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. കൂട്ടായ്മയുടെയും പരിശ്രമത്തിൻ്റെയും ഫലമായിട്ടാണ് ഈ പ്ലാന്റ് യാഥാർത്ഥ്യമായതെന്നും മന്ത്രി എം.പി. രാജേഷ് പറഞ്ഞു. എല്ലാവരും കൂടി പരിശ്രമിച്ചപ്പോൾ ഇത് ഇവിടെ ഒരുപാട് പേരുണ്ട്. ഞാൻ എല്ലാവരുടെയും പേര് പ്രത്യേകം പറയുന്നില്ല. തണ്ണീർമുക്കം പഞ്ചായത്ത് പ്രസിഡന്റിനോടൊരു നന്ദി പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല. കാരണം സ്ഥലം പഞ്ചായത്തിലാണ്, ഉടമസ്ഥത മുനിസിപ്പാലിറ്റിക്കുമാണ്. നല്ല കുരുക്കാണ്. ആ കുരുക്കാണ് കൃഷിമന്ത്രി അയച്ചു കൊടുത്തത്. സംസ്ഥാനത്ത് എവിടെയെങ്കിലും ശുചിമുറി മാലിന്യ പ്ലാന്റിനെതിരെ പ്രതിഷേധം വന്നാൽ അവരെ ചേർത്തലയിലെ പ്ലാന്റിൽ കൊണ്ടുവന്ന് ഇത്തരം പ്ലാന്റുകളുടെ ആവശ്യകതയെക്കുറിച്ച് ബോധവാന്മാരാക്കുവാൻ ഇത് സാധിക്കുമെന്നും മന്ത്രി സൂചിപ്പിച്ചു. ചേർത്തല ആനത്തറവെളിയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സർക്കാരിൻ്റെ പ്രളയ പുനരധിവാസ പദ്ധതിയായ റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി 7.7 കോടി രൂപ മുതൽ മുടക്കിയാണ് പദ്ധതി പൂർത്തീകരിച്ചത്. പ്രതിദിനം 2.5 ലക്ഷം ലിറ്റർ കക്കൂസ് മാലിന്യം സംസ്കരിക്കാനുള്ള സംവിധാനം പ്ലാന്റിൽ ഒരുക്കിയിട്ടുണ്ട്. പൂർണ്ണമായും സൗരോർജ്ജത്തിലാണ് പ്ലാന്റ് പ്രവർത്തിക്കുന്നത്. ഷാജഹാൻ, കൈരളി ന്യൂസ്, ആലപ്പുഴ.